ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ചെറുത്തുണൈ നയനാർ എന്നാണ്. ഇദ്ദേഹം തിരുവാരൂരിൽ ജീവിച്ച ഒരു മഹാനായിരുന്നു. അവിടുത്തെ ശിവക്ഷേത്രത്തിലെ വാത്മീകനാഥനെ നിരന്തരം ഭജിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇദ്ദേഹം ദിവസവും വാത്മീകനാഥനെ തൊഴുവാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ചെന്ന് പ്രദക്ഷിണം ചെയ്ത് ശിവപൂജ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദർശനത്തിന് വ്യാപൃതനായി പ്രദക്ഷിണം ചെയ്യുന്ന സമയം ഒരു സംഭവം ഉണ്ടായി. കാടവർക്കോൻ കഴർ എന്ന് പറഞ്ഞ രാജാവിൻ്റെ പട്ടമഹർഷി പൂമണ്ഡപത്തിലെ ഒരു പുഷ്പമെടുത്ത് വാസനിച്ചത് ചെറുത്തുണൈ നയനാർ കാണുകയാണ്. ഉടനെ ആ ചെയ്ത അപരാധത്തിന് ശിക്ഷ എന്ന നിലയ്ക്ക് ആ രാജ്ഞിയുടെ മൂക്ക് ഇദ്ദേഹം മുറിച്ചു കളഞ്ഞു. ആ രംഗം ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നത് ഇങ്ങനെയാണ്. കടിതുമുറ്റി മറ്റവൾ തൻ കരുമൻ കൂന്തൽ പിടിത്തീർത്തു പടിയിൽ വീഴ്ത്തി മണിമൂക്കൈ പറ്റി പരമ ചെയ്തു ചാടേ മുടിയിലേറ്റു തിരുപ്പൂ മണ്ഡപത്ത് മലർമോന്തിടും മൂക്കൈ അടിവനെൻ്റെ കരുവീനാൽ അരിന്താർ തലൈ മൈത്തനിത്തൊണ്ടർ. ഇതാണ് ചേക്കിഴാർ സ്വാമി ആ മൂക്കറുക്കുന്ന രംഗം വർണ്ണിക്കുന്നത്. അപ്പോൾ ചെറുത്തുണൈ നയനാർ, അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ചെറുത്തുണൈ നയനാർ എന്ന പേര് വരുന്നത്. ചെറുത്ത് നിൽക്കുക, ശിവനെ ആരാണോ പരിഹസിക്കുന്നത്, എതിർക്കുന്നത്, അവരെയെല്ലാം ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറുത്തുണൈ നയനാർ എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങിയത്. ഇവിടെ പട്ടമഹർഷിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭൂമണ്ഡപത്തിലെ ഒരു പുഷ്പം മണക്കുക അതൊരു മഹാ അപരാധമായിട്ടാണ് കരുതുന്നത്. ശിവന് അർപ്പിക്കപ്പെടുന്ന പുഷ്പങ്ങൾ ആരും ആദ്യം മണത്ത് നോക്കരുത്. അങ്ങനെ മണത്ത് നോക്കുന്നത് ശിവനിന്ദയാണ്. അത് പിന്നെ ഉച്ഛിഷ്ടമായി മാറി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശിവപുഷ്പങ്ങളെ ആരും മണത്ത് നോക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യരുത്. അത് ശിവനുള്ളതാണ്. ശിവന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ആ പുഷ്പങ്ങൾ ആരും ഇങ്ങനെ മണത്ത് നോക്കാൻ പാടില്ല. മണത്ത് നോക്കുന്നത് ശിവനോട് ചെയ്യുന്ന അപരാധമായിട്ടാണ് ജനങ്ങൾ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ചെറുത്തുണൈ നയനാർ പട്ടമഹർഷി ആയിരുന്നിട്ട് കൂടി ആ പട്ടമഹർഷിയുടെ മൂക്ക് അറുത്തത്. രാജാവിനോട് ചെറുത്തുണൈ നയനാർ വിവരം പറഞ്ഞു, അങ്ങയുടെ ഭാര്യ ശിവനിന്ദയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ മൂക്ക് അറുത്ത് കളഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രാജാക്കന്മാർ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു തമിഴകം. അപ്പോൾ ശിവഭക്തി കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു ജനതതി വസിച്ചിരുന്ന രാജ്യമാണ് ദ്രാവിഡ ദേശം എന്നോർക്കുക. അങ്ങനെ തൻ്റെ കടമയാണ് ശിവനിന്ദ ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്ന് ഇദ്ദേഹം കരുതിയിരുന്നു. അങ്ങനെ ജീവിതാവസാനം ഇദ്ദേഹം ജനങ്ങളാൽ തന്നെ ശ്ലാഘിക്കപ്പെട്ട് ശിവസാമീപ്യത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇതാണ് ചെറുത്തുണൈ നയനാരുടെ കഥ. ഇനി നമുക്ക് അടുത്ത ഒരു ശിവഭക്തൻ്റെ കഥയിലേക്ക് കടക്കാം. ഇദ്ദേഹത്തെ നാം ഇതിനു മുമ്പ് കണ്ടതാണ്. തിരുஞான സംബന്ധരുടെ ജീവിതം ചിത്രീകരിച്ചപ്പോൾ അവിടെ യാഴ് എന്ന് പറഞ്ഞ സംഗീതോപകരണത്തിൽ പാടുന്ന തിരുനീലകണ്ഠ യാഴ്പ്പാണനാരെ കുറിച്ചിട്ട് നാം കണ്ടതാണ്. ആ കഥ പ്രത്യേകിച്ചെടുത്ത് 63 ശിവഭക്തന്മാരിൽ ഒരാളായി ഈ തിരുനീലകണ്ഠ നയനാരെയും ഭാര്യയെയും ചേക്കിഴാർ സ്വാമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം.
ഇദ്ദേഹം പ്രഗത്ഭനായ ഒരു യാഴ്ഗായകനായിരുന്നു. തിരുനീലകണ്ഠർ ശിവഭക്തയായ പത്നി മതംഗ ചൂടാമണിയോടൊത്ത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ചെന്ന് സംഗീതം ആലപിക്കുകയും അതോടൊപ്പം തിരുനീലകണ്ഠ യാഴ്പ്പാണാർ യാടിൽ ഈ ഗാനം വായിക്കുകയും ചെയ്യുമായിരുന്നു. ഇവർ പാണജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ശിവക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമായിരുന്നില്ല. നീലകണ്ഠപ്പാണർ ക്ഷേത്രത്തിന് പുറത്ത് ദൂരെ നിന്നുകൊണ്ട് പത്നിയോടൊത്ത് ശിവനെ തൻ്റെ യാടിൽ ഹൃദയം കവിയുന്ന ഭക്തിയുടെ ഗാനങ്ങൾ ആലപിച്ച് സന്തോഷിപ്പിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം മറ്റുള്ള ശിവക്ഷേത്രങ്ങളിലും ഗാനങ്ങൾ പാടി ഭഗവാനെ സ്തുതിക്കണമെന്ന ആഗ്രഹത്തോടെ തീർത്ഥയാത്ര പുറപ്പെട്ടു. പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച് മധുരയിലെത്തി. മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ആശ്രിതന്മാർ ദൂരെ നിന്ന് പാടുന്ന നീലകണ്ഠരുടെ വൈഭവം കണ്ട് നീലകണ്ഠരെയും ഭാര്യയെയും ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. നീലകണ്ഠർ പത്നിയോടൊത്ത് യാടിൽ ഭക്തി വഴിയുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉഗ്രമായി മഴ പെയ്തു. ഈ ഗാനങ്ങളിൽ സന്തുഷ്ടനായ സുന്ദരേശ്വർ ഇവന് ഇരുന്ന് പാടുവാനായി ഉത്തമമായ ഒരു ഇരിപ്പിടം കൊടുക്കുക എന്ന് അശരീരവാണിയിലൂടെ ക്ഷേത്രസേവകർക്ക് നിർദ്ദേശം നൽകി. അതനുസരിച്ച് അവർ ഒരു രത്നഫലകം കൊണ്ടുവന്ന് നീലകണ്ഠർക്ക് നൽകി. ആ ഫലകത്തിൽ ഇരുന്നു കൊണ്ട് നീലകണ്ഠർ ശിവൻ്റെ അവദാനങ്ങൾ പാടി. അങ്ങനെ ഏറെക്കാലം അവിടെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് തിരുവാരൂരിലെത്തുന്നു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ശീർക്കാഴിയിലേക്ക് പുറപ്പെട്ടു. ശീർക്കാഴിയിലാണ് തിരുജ്ഞാന സംബന്ധർ. ശീർക്കാഴിയിൽ തിരുനീലകണ്ഠരും ഭാര്യയും എത്തിച്ചേർന്നു എന്നറിഞ്ഞിട്ട് സാക്ഷാൽ തിരുജ്ഞാന സംബന്ധർ എന്ന ബാലയോഗി ഇവരെ കാണാൻ വേണ്ടി ചെന്നു. അതോടുകൂടി ഇവർ മൂവർ സംഘമായി മാറുന്നു. അങ്ങനെ തിരുജ്ഞാന സംബന്ധരോടൊപ്പം തിരുനീലകണ്ഠരും ഭാര്യയും ചേർന്ന് ശിവക്ഷേത്രങ്ങൾ തോറും ഗാനങ്ങൾ ആലപിച്ച് തേവാരങ്ങൾ നിർമ്മിച്ച് പാടി അവർ ജനഹൃദയങ്ങളിൽ ശിവഭക്തിയുടെ തേനരുവി സൃഷ്ടിച്ചു. അങ്ങനെ 3 പേരും കൂടി ശിവക്ഷേത്രങ്ങൾ സഞ്ചരിച്ച് ആ പ്രദേശമാകെ ദ്രാവിഡ ദേശമാകെ ശിവഭക്തി കൊണ്ട് നിറച്ചു. അങ്ങനെ നാദാനുസന്ധാനത്തിലൂടെ അവർ ശിവസാക്ഷാത്കാരത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവസാനം ജ്ഞാനസംബന്ധൻ്റെ വിവാഹവേളയിൽ ശിവാനുഗ്രഹത്താൽ യാഴ്പ്പാണരും പത്നിയും മറ്റുള്ള ഭക്തന്മാരോടൊപ്പം ആ പവിത്രമായ ജ്യോതിയിൽ ലയിച്ച് മോക്ഷപദം പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതാണ് ചേക്കിഴാസ്വാമിയുടെ പെരിയ പുരാണത്തിലെ പ്രധാനപ്പെട്ട ശിവഭക്തന്മാരുടെ കഥ. അപ്പോൾ 63 നായനാർമാരിൽ ഏറ്റവും പ്രധാനികളായ മിക്കവരും നമ്മുടെ പഠനത്തിന് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ് എന്ന് സനകാദി മഹർഷിമാരോട് മുക്തിമാർഗം ഉപദേശിച്ച ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഈ മഹാഭക്തന്മാരുടെ കഥ ആരാണോ കേൾക്കുന്നത്, ആരാണോ പറയുന്നത്, ആരാണോ മനനം ചെയ്യുന്നത് അവർക്ക് ശിവ അരുൾ ലഭിക്കും എന്നാണ് ഇതിലെ ഫലശ്രുതി. അതേപോലെ സനകാദി മഹർഷിമാർക്ക് ആ സമയം ശ്രീ മഹാപരമേശ്വരൻ മുക്തിമാർഗം അരുളുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടി കണ്ടിട്ട് പെരിയ പുരാണം ഇന്നത്തോടെ അവസാനിപ്പിക്കാം. അവിടെ ഭഗവാൻ ശ്രീ മഹേശ്വരൻ സനകാദി മഹർഷിമാർക്ക് മുക്തിമാർഗം ഉപദേശിക്കുന്നത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിൽ ദുർജന സംസർഗത്തെ ത്യജിക്കുക.
ഒന്നാമത് പറയുന്ന ഭഗവാൻ നൽകുന്ന ഉപദേശം ഇതാണ്: ഈ പ്രപഞ്ചം സജ്ജനങ്ങളും ദുർജനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ആദ്യം നാം ചെയ്യേണ്ടത്, ഒരു ശിവഭക്തൻ ചെയ്യേണ്ടത്, ദുർജന സംസർഗത്തെ, ദുർജനങ്ങളെ, ദുഷ്ടന്മാരായ നിന്ദ്യന്മാരായ ജനസംസർഗത്തെ ഒഴിവാക്കുക. അപ്പോൾ ദുസംഗം ഒഴിവാക്കുക, കുസംഗം ഒഴിവാക്കുക. ദുസംഗം നടത്തുന്ന ആൾക്കാരുടെ ആ സഭയിലേക്ക് ഒരിക്കലും ചെല്ലരുത്. ദുർജനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര മാറി നിൽക്കുക. പിന്നെ സജ്ജന സംസർഗവും പുണ്യതീർത്ഥ സ്നാനവും ചെയ്യുക. സജ്ജന സംസർഗം, സത്സംഗം ചെയ്യുക. സത്തുക്കളായ നല്ലവരായ സാത്വികരായ മനുഷ്യരുമായിട്ട് തന്നെ കൂട്ടുചേരുക. എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളോട് പറയുന്നതാണ് സത്സംഗം. സത്തുക്കളായ ജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുക. നല്ലവരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുമായി കൂട്ടുകൂടുക. പിന്നെ ഭഗവാനെ പൂജിച്ച് സ്തുതിച്ച് ജീവിക്കുക. പിന്നെ ശിവഭക്തന്മാർക്ക് വേണ്ട സേവ ചെയ്യുക. അപ്പോൾ ആരാണോ സന്മാർഗത്തിലൂടെ ചരിക്കുന്നത് ആ സന്മാർഗികൾക്ക് വേണ്ട സേവ ചെയ്യുക. എല്ലാ ജീവജാലങ്ങളുടെ ദേഹങ്ങളും പാഞ്ചഭൗതികങ്ങളാണെന്നും അവയിലെ ജീവന്മാർ ഏകരൂപമാണെന്നുള്ള അറിവിനാലും അങ്ങനെ സമദർശനവും പാലിച്ച് ജീവിക്കുക. അപ്പോൾ സമദർശനം, ഭഗവാൻ സനകാദികൾക്ക് കൊടുക്കുന്ന ഉപദേശം എല്ലാം ഏകമാണ്, ഏകമേവം അദ്വിതീയം, എല്ലാം ഏകമാണ്, എല്ലാത്തിലും ഞാൻ നിറഞ്ഞു നിൽക്കുന്നു, ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ജീവന്മാരെല്ലാം ഏകരൂപമാണ് എന്ന് അറിയുക. അങ്ങനെ സമദർശനം പാലിക്കുക. പിന്നെ നിഷിദ്ധ കർമ്മങ്ങളെ വർജിക്കണം. തെറ്റായ കർമ്മങ്ങൾ, തിന്മയിലെ കർമ്മങ്ങൾ വർജിക്കണം. പിന്നെ ജ്ഞാനപ്രദനായ ഗുരുവിൽ നിർവ്യാജമായ ഭക്തി ഉണ്ടായിരിക്കണം. പിന്നെ അന്യന്മാരുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് ഒരിക്കലും പറയരുത്. അങ്ങനെ ചിത്തപരിഭാഗം നേടി അത്യന്ത നശ്വരമായ പാഞ്ചഭൗതിക ദേഹത്തിൽ ഞാനെന്നുള്ള അഹങ്കാരരൂപമായ ബുദ്ധി നശിച്ച് ജീവന് സർവത്തിലും ആത്മബുദ്ധി അനുഭവവേദ്യമാകുന്നത് വരെ നിരന്തര സാധനയിലൂടെ ജീവിക്കുക. നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം ബ്രഹ്മസ്വരൂപമാണെന്ന് അപ്പോൾ സാധകന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കാര്യപ്രപഞ്ചം കാരണമായ എന്നിൽ വിലയം പ്രാപിക്കുമെന്നാണ് ഭഗവാൻ സനാദികൾക്ക് കൊടുക്കുന്ന ഉറപ്പ്. അങ്ങനെ ശ്രദ്ധിക്കൂ, അങ്ങനെ കാര്യപ്രപഞ്ചം കാരണമായ ഭഗവാനിൽ വിലയം പ്രാപിക്കും. ഇതാണ് ചേക്കിഴാസ്വാമിയുടെ പെരിയ പുരാണത്തിലെ അവസാന ഭാഗമായിട്ട് നാം കാണുന്ന സനകാദികൾക്ക് ഭഗവാൻ പരമശിവൻ കൊടുക്കുന്ന ആ ദിവ്യമായ മുക്തിമാർഗം. അപ്പോൾ ഇതിലൂടെ ശിവസാക്ഷാത്കാരം നേടാൻ ഒരു സാധകന് കഴിയുന്നു. അങ്ങനെ ചേക്കിഴാസ്വാമിയുടെ പെരിയ പുരാണം ഇന്നത്തോടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 8-ാം തിരുമുറ എന്ന പ്രശസ്തമായ മാണിക്യവാചകൻ്റെ തിരുവാചകത്തിലേക്ക് പ്രവേശിക്കാം. ഓം ശിവായ നമഃ.